ഇന്നലെ എത്ര മണിക്ക് എത്തി? ഇന്നലെ ഒരു 12 മണിയല്ലാക്കി രാത്രി. കാര്യം ഇരിക്ക്. സജീവേട്ടാ മക്കളെ കൂട്ടിയില്ല? മക്കൾക്ക് പരീക്ഷയാണ്, പരീക്ഷയുടെ ടൈമാണ്. ഇനിയിപ്പോ വെക്കേഷൻ വരും, അന്നേരം ഓലോയിലും മുൻകൂട്ടി പോരണം. ആ ബിൽഡിങ്ങിന്റെ അമ്മക്ക് റൂമില്ലേ, അമ്മക്ക് തന്നെ ഒരു 2 മാസം വാടക പെൻഡിങ് ഉണ്ട്. നമ്മളെ മറ്റേ സ്പെയർ പാർട്സ് ഇറക്കും അല്ലേ? തരുന്നില്ല. ഞാൻ കുറെ ചോദിച്ചു നോക്കി. ഞാൻ പറഞ്ഞു നിങ്ങൾ വന്നാൽ നിങ്ങൾക്ക് അതിനുള്ള നേരം ഉണ്ടാവില്ല, വന്ന് 2 ദിവസം നിന്നിട്ട് പെട്ടെന്ന് തന്നെ തിരിച്ചു പോകും. നമ്മളെ പറമ്പിനോട് ചേർന്നിട്ടുള്ള മൊയ്തൂക്കാന്റെ പറമ്പില്ലേ, നമ്മളെ വലതുവശത്തുള്ള അതുപോലെ കൊടുക്കേണ്ട പരിപാടി ഉണ്ട്. നമ്മളെ ആ റോഡ് അങ്ങോട്ട് കയറുന്നുണ്ടോ? മൊയ്തൂക്കാന്റെ അങ്ങോട്ട് കയറുന്നുണ്ട്. റോഡ് ഇപ്പം കോൺക്രീറ്റ് ആക്കി. ഇനി ഒരു കാര്യം ചെയ്തോ, ഇനി ഒരു ടോക്കൺ അഡ്വാൻസ് കൊടുക്ക് നോക്കിട്ട് പ്രശ്നമല്ല, ഞാൻ ഏൽപ്പിച്ചിക്ക്. നമ്മളെ മരുതോങ്ക റോഡിലുള്ള അതിന്റെ വാടകന്റെ ഈ 2 മാസത്തെ കണക്കായത് അതെല്ലാം ഞാൻ വെച്ചോ. ഇനി നോക്കിട്ട് വേണ്ട പോലെ ചെയ്താൽ പൈസ കണക്കൊക്കെ അവിടെ വെക്ക്. കണക്കും അതും ഇതെല്ലാം നമുക്ക് ഒന്നായിട്ട് പിന്നെ കൂട്ടാം. അതൊന്നും ഇപ്പൊ നോക്കാനുള്ള സമയവും ഇല്ല. അവിടെ വെച്ചോ. പിന്നെ സജീവട്ടാ, നമ്മളൊരു പേപ്പറിന്റെ കാര്യം പറഞ്ഞില്ല, അങ്ങോട്ട് നോക്കുന്നുണ്ടോ? ഇവിടുന്ന് ഒരു തരത്തിലും കൂട്ടിയാൽ കൂടുന്നില്ല. പിള്ളേരെ പഠിത്തവും പൊരച്ചലവും ആസ്പത്രി കേസും എല്ലാം കൂടി ആയിട്ട് ഇന്റെ ഒരു വിസ എന്ന് പറയുമ്പോ നമുക്ക് അതും ഇതും തന്നൂടാലോ. കാരണം വെച്ചാൽ പുറത്തുള്ള ഒരാളല്ലല്ലോ. അങ്ങനെ ഒരു വിഷയം ഉണ്ടെങ്കിൽ അതുകൊണ്ടാണ് കുറച്ച് ഡിലേ ആയി പോകുന്നത്. പരമാവധി നല്ലൊരു സാധനം കിട്ടുമ്പോൾ ഞാൻ കൂട്ടാന്നുള്ളതില്ല. ഞാൻ നാളേക്ക് പറമ്പിലെ പണിക്ക് 2-3 ബംഗാളികളെയും ഏൽപ്പിക്കട്ടെ അല്ലേ? ആയിക്കോട്ടെ ആയിക്കോട്ടെ, നാളെ ഇങ്ങോട്ട് വരാം. ഓക്കെ. നല്ല ചായ ഒന്നും കുടിക്കുന്നില്ലടോ? ഇപ്പം വേണ്ട. ചായ വേണ്ട, ഞാൻ പിടിയും കുടിച്ചോളൂ. വിസ കൊടുത്തിട്ട് ഓനെയും കൂടി നമുക്ക് അങ്ങ് കൂട്ടിക്കൂട്ടെ. നമുക്ക് അറിഞ്ഞൂടെ വീട്ടിലെ പ്രശ്നങ്ങളെല്ലാം. ഒരു വിസയും കൊടുത്ത് ഓനാ കൂട്ടി എവിടുത്തെ കാര്യം കാരണം നോക്കുക.